ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പിയർ മരത്തെ പറ്റിയാണ്. ഇവയുടെ ശാസ്ത്രീയ നാമം പൈറസ് കമ്മ്യൂണിസ് എന്നാണ്. ഇവയുടെ കുടുംബം റോസാസി എന്നാണ്. ഇവയുടെ ഉത്ഭവം യൂറോപ്പ്, പാശ്ചാത്യ ഏഷ്യയിലാണ്. പിയർ ഒരു രുചികരവും ജലസമൃദ്ധവുമായ പഴമാണ്. മധുരവും അല്പം പുളിപ്പും ചേർന്ന സ്വാദാണ്. സാധാരണയായി തണുത്ത കാലാവസ്ഥയിലുള്ള പ്രദേശങ്ങളിലാണ് പിയർ കൃഷി കൂടുതലായി നടക്കുന്നത്. താഴെ ഭാഗം വലുതും മുകളിലേക്ക് ചുരുങ്ങിയതുമായ ആകൃതിയാണ്. പച്ച, മഞ്ഞ, ചുവപ്പ് നിറങ്ങളിൽ ലഭ്യമാണ്. ഉള്ളിൽ വെളുത്ത മൃദുവായ ജ്യൂസുള്ള പഴുപ്പ് കാണാം. നടുവിൽ ചെറുവിത്തുകളാണ്. ധാരാളം നാരുകൾ ഇവയിൽ അടങ്ങിയിരിക്കുന്നു. ഇവ ദഹനത്തിന് നല്ലതാണ്. വിറ്റാമിൻ സി പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു. ഹൃദയരോഗത്തിന് ഇവ ഗുണം ചെയ്യും. ശരീരകോശങ്ങളെ ഇവ സംരക്ഷിക്കുന്നു. നേരിട്ട് കഴിക്കാൻ ഇവ നല്ലതാണ്. ഫ്രൂട്ട് സാലഡ്, ജ്യൂസ്, ജാം, ഡെസേർട്ട് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഭക്ഷണങ്ങളിൽ മാഷ് രൂപത്തിൽ ചെയ്യുന്നു. തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് അനുയോജ്യം. ചാരമണ്ണും നല്ല നീർവറ്റലുള്ള മണ്ണും ഇവയ്ക്ക് വേണം. വിത്തിലൂടെയും ഗ്രാഫ്റ്റിക് വഴിയും ഇവ നടാം. 3-5 വർഷത്തിനകം ഇവ കായ്ക്കും. പിയർ പഴത്തിനുള്ളിലെ വിത്ത് മണ്ണിൽ വീണ് നനവും ചൂടും ലഭിക്കുമ്പോൾ മുളപിടിക്കും. 7-14 ദിവസങ്ങൾക്കുള്ളിൽ വിത്തിൽ നിന്നും ചെറിയ ചെടി മുളച്ച് പുറത്തെടുക്കും. ചെടി ശക്തമായ തണ്ടായും ഇലകളായും വളരും. വേരുകൾ മണ്ണിൽ ഉറച്ചു പിടിക്കും. ഈ ഘട്ടം 2-3 വർഷം നീണ്ടു നിൽക്കും. 3-5 വർഷങ്ങൾക്ക് ശേഷം പൂക്കൾ വിരിയും. വെള്ള നിറത്തിലുള്ള സുന്ദരമായ പൂക്കളാണ്. തേനീച്ചയും മറ്റ് കീടങ്ങളും സഹായിച്ച് പരാഗണം നടക്കും. പരാഗണത്തിന് ശേഷം കായ്ച്ച ആരംഭിക്കും. പതുക്കെ വളർന്ന് പഴമായി മാറും. ഏകദേശം 3-5 മാസം എടുക്കും പഴം പാകമാകാൻ. പക്വമായ പഴങ്ങൾ ശേഖരിക്കുന്നു. ഒന്നൊന്നായി അല്ലെങ്കിൽ കൂട്ടത്തോടെ വിളവെടുപ്പ് നടത്തും. പഴത്തിൽ നിന്നും വിത്തുകൾ നിലത്ത് വീണ് മുളയ്ക്കും. വീണ്ടും പുതിയ പിയർ മരം വളരാൻ തുടക്കമിടും. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.